മേഡത്തിന് വല്ലാത്ത അഹങ്കാരമാണ്. ഈ അഹങ്കാരത്തിന് മറുപടി കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവർക്ക് വലിയ അപകടം ചെയ്യും. മനസ്സ് നിറയെ മറ്റുള്ളവരോടുള്ള പകയും വിരോധവും നിറച്ചു നടക്കുന്ന മേഡത്തിന് ചെറിയ ചില തിരിച്ചറിവുകൾ ഉണ്ടാക്കി തരുന്നത് നല്ലതാ. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. എന്തിനാ ഇവിടെ തന്നെ കിടക്കുന്നേ? എന്ത് ചെയ്യാനാണോ ഇപ്പൊ വന്നത്? ആ ജോലി പോയി ചെയ്യ്. വേഗം ആകട്ടെ. ഇത് എവിടെ പോയി കിടക്കുന്നു? എന്താ മേഡം, എന്ത് പറ്റി? കാറിനകത്തൊരു പാമ്പ്. കാറിനകത്ത് പാമ്പോ? അതെങ്ങനെ വരാനാ? മാഡത്തിന് തോന്നിയായിരിക്കും. എടോ, സീറ്റിലിരിക്കുന്ന പാമ്പിനെ ഞാൻ കണ്ണോണ്ട് കണ്ടതാ. വെറുതെ പാമ്പെന്ന് വിളിച്ചു പറയാൻ എനിക്ക് ഭ്രാന്തുണ്ടോ? മാഡം, സത്യമായിട്ടും കാറിൽ പാമ്പുണ്ടോ മാഡം? എന്റെ ഇടതുവശത്തുള്ള സീറ്റിൽ ഇരിപ്പുണ്ട്. ഞാൻ കണ്ടതാ. അറിയാതെ ഞാൻ അതിനെ തൊടുകയും ചെയ്തു. മേഡത്തിന്റെ കാറിൽ കയറിയ പാമ്പിനെ സമ്മതിക്കണം. വല്ലാത്ത ധൈര്യം തന്നെ. എന്താണോ താൻ പറഞ്ഞത്? അല്ല, കാറിനകത്ത് പാമ്പിനെ കണ്ടിട്ടും ഇങ്ങനെ നിൽക്കുന്ന മാഡത്തിന്റെ ധൈര്യം സമ്മതിക്കണമെന്ന് പറഞ്ഞതാ. വെറുതെ എന്നെ പുകഴ്ത്തി നിൽക്കാതെ പോയി പാമ്പിനെ പിടിക്കണോ? അത് ഞാൻ കയറി പിടിക്കില്ല. അതെങ്ങാനും പെൺപാമ്പാണെങ്കിൽ പിന്നെ പീഡന കേസിൽ പ്രതിയാവും മാഡം. തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ദിലീപേ, പാമ്പിന്റെ ബാഗിന്റെ മുകളിലിരിക്കുക. എങ്ങനെയെങ്കിലും അതിനെ തല്ലി കൊല്ലും. മാഡം, ഞാൻ സർപ്പദോഷം മാറാനായിട്ട് മണ്ണാർശാലയിൽ എല്ലാ മാസവും പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നാങ്ങളെ ശല്യപ്പെടുത്താൻ പാടില്ല. മുരുക, നീ ഒന്ന് എന്നാ പാമ്പിനെ ഇറക്കി വിട്ടെ. ഇറക്കി വിട്ടാ പോരാ, തല്ലി കൊല്ലണം അതിനെ. ആരെങ്കിലും ഒന്ന് ചെല്ലേ, എന്തെങ്കിലും ഒന്ന് ചെയ്യേ. നമുക്കൊരു ഐഡിയ ചെയ്താലും മാഡം. കാറിന്റെ ഡോർ അങ്ങ് തുറന്നിട്ട് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ പാമ്പ് ഇറങ്ങി പൊക്കോളും. തോന്നി സമയത്ത് കോമഡി പറഞ്ഞു കളിക്കാം. ഏയ് അല്ല മാഡം, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ചെല്ലടോ, ചെന്ന പാമ്പിനെ പിടിക്ക്. ഇനി സത്യം പറയാലോ മാഡം, എനിക്ക് പാമ്പെന്ന് പറഞ്ഞാലേ പേടിയാ. ആ പേടി മാറ്റാനാ ഞാൻ കോമഡി പറഞ്ഞത്. തന്റെ ഒരു കോമഡി. ആ പാമ്പിനെ പിടിച്ച് തല്ലിക്കൊന്ന് എന്റെ മുമ്പിൽ കൊണ്ടിട്ടില്ലെങ്കിൽ തന്റെ ട്രാൻസ്ഫർ കാസർഗോഡേക്കായിരിക്കും. പ്ലീസ് മാഡം,
ദയവ് ഇതിനെ ഉപദ്രവിക്കരുത്. തനിക്ക് ഇനി ഒരു എക്സ്ക്യൂസും ഇല്ല. ആ പാമ്പിനെ പിടിച്ച് കൊന്നില്ലെങ്കിൽ തനിക്ക് സസ്പെൻഷൻ ട്രാൻസ്ഫർ ഒക്കെ ഉറപ്പാ. ചെല്ലണം അങ്ങോട്ട്. ചെല്ലമ്മനെ കൂടെ വെറുതെ പണി മേടിച്ചു വെക്കല്ലേ. അസ്ഥാനത്ത് തമാശ പറയുന്നത് എത്ര വിചാരിച്ചാൽ നടക്കത്തില്ല.